പല എൻട്രൻസ് കോച്ചിങ് സെൻറ്ററുകളും നടത്തുന്ന സ്ക്രീനിങ് ടെസ്റ്റ് അഥവാ സ്കോളർഷിപ്പ് ടെസ്റ്റ് ക്രാക്ക് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 4 പോയിൻറ്റ്സാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഒരു ഫ്യൂച്ചറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേണിംഗ് പോയിൻറ്റിന് വേണ്ട കാര്യങ്ങളായിരിക്കും ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം, എന്താണ് ഈ സ്ക്രീനിങ് ടെസ്റ്റ്, എന്തിനാണ് നടത്തുന്നത്, ആർക്ക് വേണ്ടിയിട്ടാണ് നടത്തുന്നത്. അപ്പോൾ ഈ സ്ക്രീനിങ് ടെസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കറിയാം കേരളത്തിൽ ഒരുപാട് എൻട്രൻസ് കോച്ചിങ് സെൻറ്ററുകളുണ്ട്. എൻട്രൻസ് കോച്ചിങ് സെൻറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ +1 +2 നിങ്ങൾ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ എൻട്രൻസ് കോച്ചിങ് തരുന്നവർ, റിപ്പീറ്റ് പോലെയുള്ള കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നവർ, അങ്ങനെ ആ ഒരു മെഡിക്കൽ എഞ്ചിനീയറിംഗ് മേഖലകളിലുള്ള വിവിധ കോഴ്സുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ എൻട്രൻസ് എക്സാമുകൾക്ക് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ, ഇവരാണ് എൻട്രൻസ് കോച്ചിങ് സെൻറ്റേഴ്സ്. ഇവർ എല്ലാ വർഷവും വളരെ നേരത്തെ തന്നെ എൻട്രൻസ് ടെസ്റ്റുകൾ, അതായത് അങ്ങോട്ടുള്ള അവരുടെ സ്ഥാപനത്തിലോട്ടുള്ള സ്ക്രീനിങ് ടെസ്റ്റുകൾ അല്ലെങ്കിൽ സ്കോളർഷിപ്പ് ടെസ്റ്റുകൾ നടത്തും. എന്തിനു വേണ്ടിയിട്ടാണ് ഈ സ്കോളർഷിപ്പ് ടെസ്റ്റ് നടത്തുന്നത്? അവർക്ക് നല്ല സ്റ്റുഡൻസിനെ, കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡൻസിനെ നേരത്തെ തന്നെ പിക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ എൻട്രൻസ് ടെസ്റ്റുകൾ ഈ ഒക്ടോബർ മുതൽ പല സ്ഥാപനങ്ങളും നടത്തി സ്റ്റാർട്ട് ചെയ്യാണ്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ഇപ്പോൾ ഇടാനുള്ള കാരണം ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നു പറയുമ്പോൾ നിങ്ങൾ അതിന് ഇപ്പോഴേ റെഡി ആയിട്ടിരിക്കണം. അപ്പോൾ ഈ ഒരു ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എക്സാമുകൾ എന്തിനു വേണ്ടി അവർ നടത്തുന്നത്? ഞാൻ പറഞ്ഞു, നല്ല സ്റ്റുഡൻസിനെ പിക്ക് ചെയ്യുക എന്നുള്ളത്. അതുമാത്രമല്ല, നിങ്ങൾക്കറിയാം ഒരു എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിൽ നിങ്ങൾ പോയി പഠിക്കുകയാണെങ്കിൽ അവിടുത്തെ +1 +2 റിപ്പീറ്റ് ഏത് ബാച്ചും ആയിക്കോട്ടെ, നിങ്ങളവിടെ പോയി ഒരു 2 വർഷത്തെ കോഴ്സാണെന്ന് വിചാരിച്ചോ, +1 +2 അവിടെ പോയി പഠിക്കുകയാണെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ അവിടെ നിങ്ങൾ പഠിച്ചിറങ്ങുമ്പോഴേക്കിന് ഒരു നോർമലി നിങ്ങൾക്ക് ലക്ഷങ്ങളുടെ എക്സ്പെൻസ് വരും. അത് അവിടുത്തെ കോഴ്സ് ഫീ, അവിടെ നിങ്ങൾ പഠിക്കുന്ന സമയത്തുള്ള കോഴ്സിൻ്റെ ഫീ, അവിടുത്തെ ഹോസ്റ്റൽ ഫുഡ് കാര്യങ്ങൾ, ഇതുമായിട്ട് എല്ലാം വെച്ച് നോക്കുമ്പോൾ 2 വർഷം അവിടെ പഠിച്ചിറങ്ങണമെങ്കിൽ നിങ്ങൾക്ക് ലക്ഷങ്ങളുടെ എക്സ്പെൻസ് ഉണ്ട് എന്നുള്ളതാണ്. കാരണം നിങ്ങളവിടെ പഠിപ്പിക്കാൻ വരുന്നത് ഒരു സാധാരണ ഫാക്കൾട്ടി ആയിരിക്കില്ല. അവർ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള എക്സ്പേർട്ടായുള്ള ഫാക്കൾട്ടീസ് ആയിരിക്കും നിങ്ങളെ പഠിപ്പിക്കാൻ അവിടെ വരുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ ലൈബ്രറി ഫെസിലിറ്റീസ്, ഹോസ്റ്റൽ കാര്യങ്ങൾ, ഇതെല്ലാം കൂടെ വരുമ്പോൾ ലക്ഷങ്ങളുടെ എക്സ്പെൻസ് വരും. പക്ഷേ നിങ്ങൾ ഈ സ്ക്രീനിങ് ടെസ്റ്റ് നല്ല രീതിയിൽ അറ്റംപ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള സ്കോളർഷിപ്പ് അവർ ഓഫർ ചെയ്യും. മേ ബി 100% വരെ ഫ്രീ ആയിട്ട് അവർ ആ ഒരു കോഴ്സ് നിങ്ങൾക്ക് ഓഫർ ചെയ്യും, നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ. അപ്പോൾ അതാണ് ഈ സ്ക്രീനിങ് ടെസ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതാരാ നടത്തുന്നത്? കേരളത്തിലെ നല്ല അല്ലെങ്കിൽ ഏറ്റവും ടോപ്പായിട്ടുള്ള എൻട്രൻസ് കോച്ചിങ് സെൻറ്ററുകൾ, +1 +2 ക്ലാസ് കൊടുക്കുന്ന ആളുകൾ എൻട്രൻസ് ടെസ്റ്റ് അല്ലെങ്കിൽ അവരുടെ സ്ക്രീനിങ് ടെസ്റ്റ് നടത്തും. എന്തിനു വേണ്ടിയിട്ടാണ് നടത്തുന്നത്? നല്ല സ്റ്റുഡൻസിനെ പിക്ക് ചെയ്യാനും അവർക്ക് നല്ല സ്കോളർഷിപ്പുകൾ കൊടുത്തുകൊണ്ട് ആ സ്റ്റുഡൻസിനെ അവരുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് കൊണ്ടുപോകാനും വേണ്ടിയിട്ടാണ് അവർ നടത്തുന്നത്. ഇനി ആർക്ക് വേണ്ടിയിട്ടാണ് നടത്തുന്നത്? ഇപ്പോൾ 10th പഠിച്ചുകൊണ്ടിരിക്കുന്ന, കേരള സിലബസ് ആയിക്കോട്ടെ, സ്റ്റേറ്റ് ആയിക്കോട്ടെ, ICSE അല്ലെങ്കിൽ ഏത് സിലബസും ആയിക്കോട്ടെ, ഇപ്പോൾ 10th പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിനാണ് ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, 10th എന്ന് പറയുന്നത് ഇനിയും ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞിട്ടല്ലേ 10th എൻഡ് ചെയ്യുള്ളൂ, എന്നിട്ട് നടത്തിയാൽ പോരെ? അല്ല, ഒക്ടോബർ മുതൽ തന്നെ സ്ഥാപനങ്ങൾ എൻട്രൻസ് ടെസ്റ്റ് നടത്തി തുടങ്ങും. എന്തിനു വേണ്ടിയിട്ടാണ്? നേരത്തെ തന്നെ ടാലൻസിനെ പിക്ക് ചെയ്യാൻ. അപ്പോൾ ഇത്രയും നേരത്തെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ചുറ്റുമുള്ള ആളുകളും കോച്ചിങ് ഇൻഡസ്ട്രിയും ആലോചിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പലപ്പോഴും നമ്മൾ ആരും ഇതിനെക്കുറിച്ച് അവെയറേ അല്ല. ഇങ്ങനൊരു എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട് എന്നുള്ളതോ, സ്ക്രീൻ ടെസ്റ്റ് ഉണ്ട് എന്നുള്ളതോ, അപ്ലൈ ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടൊക്കെ പോകണം എന്നുള്ളതിനെക്കുറിച്ച് പലപ്പോഴും നമ്മൾ അവെയർ അല്ലാത്തത് ചുറ്റുപാട് നടക്കുന്ന അല്ലെങ്കിൽ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഒരു ധാരണ ഇല്ലാത്തതുകൊണ്ടാണ്. സത്യം പറഞ്ഞാൽ നല്ല കുട്ടികളും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരും ഈ എൻട്രൻസ് ടെസ്റ്റുകൾക്ക്, ഈ സ്ക്രീനിങ് ടെസ്റ്റുകൾക്ക് എത്രയോ നേരത്തെ അവരതിന് പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ട്, അതിന് വേണ്ടിയിട്ട് അവർ തയ്യാറെടുക്കുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മളിത് അറിയാതെ പോവുകയാണ്. പക്ഷേ നമ്മുടെ XandY Learningൻ്റെ യൂട്യൂബ് ചാനൽ വഴി നമ്മൾ മുന്നേ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇതുപോലത്തെ ടെസ്റ്റുകൾ വരും എന്നുള്ളതും അതിന് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിങ്? ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു +1 +2 അവിടെ പഠിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഒരു സ്കൂളിൽ പോയി പഠിക്കുന്നതിന് പകരം കോച്ചിങ് സെൻറ്റേഴ്സ് നടത്തുന്ന അവരുടെ പബ്ലിക് സ്കൂളുകൾ, അതായത് അവരുടെ +1 +2 ബാച്ച് ഉണ്ടാവും, അതിനെയാണ് ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ എന്നുള്ളതും അവിടെ എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളതും അതുമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ നമ്മുടെ ഇതേ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് നമ്മുടെ ഐ ബട്ടണിൽ കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ്ലി ഇതിൻ്റെ വീഡിയോസ് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻഫർമേഷൻസ് തരുന്നുണ്ട്. ഈ തരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കി ആ ഒരു റൈറ്റ് പാത്തിലൂടെ പോകണം എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ഒക്ടോബർ മുതൽ അങ്ങോട്ടുള്ള പല മാസങ്ങളിൽ പല സ്ഥാപനങ്ങൾ നടത്തുന്ന ടെസ്റ്റുകൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ടെസ്റ്റുകൾ ക്രാക്ക് ചെയ്യാൻ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 4 ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് അതാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഫസ്റ്റത്തത് സിലബസ് ആണ്. എന്താണ് ഈ എക്സാമിൻ്റെ സിലബസ്? അപ്പോൾ ഇതിനൊരു പെർട്ടിക്കുലർ സിലബസ് എല്ലാവരും സെറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊരു ജനറലി നോക്കുകയാണെങ്കിൽ നിങ്ങൾ 9th 10th പഠിക്കുന്ന കണ്ടൻറ്റ് അതിൽ വരും. ഒരു പക്ഷേ നിങ്ങളുടെ സ്കൂളിൽ 10th എവിടെ വരെ എത്തി എന്നുള്ളതൊന്നും എനിക്കറിയില്ല. പക്ഷെ അത് നിങ്ങൾ
കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇത്തരം എക്സാമുകളിൽ ഓൾമോസ്റ്റ് 10th ഒരു മെജോറിറ്റി പാർട്ടും ചോദിക്കും എന്നുള്ളതാണ്. കാരണം നല്ല സ്ഥാപനങ്ങളിലൊക്കെ ഓൾമോസ്റ്റ് നല്ല രീതിയിൽ തന്നെ ആ ഒരു സിലബസ് നീങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ 9th-ലും 10th-ലും പഠിക്കുന്ന സിലബസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും. രണ്ടാമതൊരു കാര്യം, മിക്കവാറും NCERT ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് വരിക. NCERT എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം CBSE സ്റ്റുഡൻസ് ഒക്കെ പഠിക്കുന്ന NCERT ബേസ്ഡാണ്. പിന്നെ ഓൾ ഓവർ ഇന്ത്യ നമ്മുടെ നാഷണൽ ലെവലിൽ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എല്ലായിടത്തും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സിലബസാണ് NCERT. അപ്പോൾ നമ്മൾ കേരള സിലബസിൽ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്കുകളൊക്കെ SCERT ആണ്. കേരളത്തിലുള്ള സ്റ്റുഡൻസ് മാത്രമാണ് അത് പഠിക്കുന്നത്. തമിഴ്നാട് അതുപോലെ അവർക്ക് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവും, കർണാടകയ്ക്ക് ഉണ്ടാവും, ഇങ്ങനെ പല പല സ്ഥാപനങ്ങൾക്ക് ഉണ്ടാവും. പക്ഷേ നാഷണൽ ലെവലിൽ എല്ലായിടത്തും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സിലബസാണ് NCERT. അതുകൊണ്ടാണ് ഇത്തരം സ്ഥാപനങ്ങൾ NCERT സിലബസിനെ ബേസ് ചെയ്തിട്ട് വരുന്നത്. പിന്നെ ക്വസ്റ്റ്യൻസിൻ്റെ ലെവൽ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ ബോർഡ് എക്സാം ലെവൽ ആയിരിക്കില്ല. അതിനേക്കാളും കുറച്ചും കൂടി അഡ്വാൻസ് ചെയ്തിട്ടുള്ള കുറച്ചും കൂടി ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിലുണ്ടാകും. കാരണം ഇവർ ഈ എൻട്രൻസ് ടെസ്റ്റ് എന്തിനാണ് ഞാൻ പറഞ്ഞു, നല്ല സ്റ്റുഡൻസിനെ പിക്ക് ചെയ്യാനും അവർക്ക് നല്ല സ്കോളർഷിപ്പ് കൊടുക്കാനുമാണ്. അപ്പോൾ ഈസി ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ട് എല്ലാവർക്കും A+ കൊടുക്കുന്നത് പോലെ, ബോർഡ് എക്സാമിൽ എല്ലാവർക്കും A+, A1 കിട്ടുന്നത് പോലെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കാര്യമില്ല. അവർക്ക് നല്ല പ്യുവർ ടാലൻസിനാണ് സെർച്ച് ചെയ്യേണ്ടത്, അവരെയാണ് പിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചുള്ള നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ സിലബസ് 9th-ലും 10th-ലും ടോപ്പിക്സ് ഉണ്ടാകും. NCERT ബേസ്ഡ് ആയിട്ടാണ് ഒട്ടുമിക്ക എക്സാമുകൾ ഉണ്ടാവാറുള്ളത്. കുറച്ച് ലെവൽ കൂടിയിട്ടുള്ള അല്ലെങ്കിൽ അതേ തിയറി തന്നെ ഡയറക്റ്റ് ചോദിക്കാതെ കുറച്ചും കൂടി അഡ്വാൻസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് അതിലുണ്ടാകും എന്നുള്ളതാണ് സിലബസിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ ഫസ്റ്റ് എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത്, അതായത് ഒരു സ്ഥാപനം തന്നെ മൾട്ടിപ്പിൾ എക്സാമുകൾ നടത്താം, മൾട്ടിപ്പിൾ സ്ക്രീൻ ടെസ്റ്റ്. അപ്പോൾ ഫസ്റ്റ് എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. ഓക്കെ, സോ ഇമ്പോർട്ടൻസ് ഓഫ് ഫസ്റ്റ് അറ്റംപ്റ്റ്. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. അപ്പോൾ ഒരു സ്ഥാപനമുണ്ട്, ആ സ്ഥാപനം ഒക്ടോബറിൽ ഒരു എക്സാം നടത്തുന്നുണ്ട്, നവംബറിൽ നടത്തുന്നുണ്ട്, ഡിസംബറിൽ നടത്തുന്നുണ്ട്. എല്ലാ മാസവും ഓരോ സ്ക്രീൻ ടെസ്റ്റ് നടത്തുന്നുണ്ടെന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ ഒരു 2 മാസം കൂടുമ്പോൾ ഓരോ സ്ക്രീൻ ടെസ്റ്റ് നടത്തുന്നുണ്ട്. നിങ്ങൾ ഇതിൽ ഏത് സ്ക്രീൻ ടെസ്റ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? പലപ്പോഴും നമ്മൾ ആലോചിക്കും, എന്താ ലാസ്റ്റത്തെ അല്ലെങ്കിൽ SLC കഴിഞ്ഞ് അല്ലെങ്കിൽ 10th കഴിഞ്ഞിട്ട് വരുന്ന സ്ക്രീൻ ടെസ്റ്റ് നോക്കാമെന്നുള്ളത്. പക്ഷേ നിങ്ങൾ അങ്ങനെയല്ല ആലോചിക്കേണ്ടത്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ അല്ലെങ്കിൽ ഫസ്റ്റ് വരുന്ന എക്സാമിനാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. കാരണം ഫസ്റ്റ് വരുന്ന എക്സാമിന് പ്രിപ്പയർ ചെയ്ത് എഴുതുന്ന സ്റ്റുഡൻസിൻ്റെ എണ്ണം കുറവായിരിക്കും. നിങ്ങൾ ആദ്യം വിചാരിച്ച പോലെ SLC കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 10th കഴിഞ്ഞിട്ട് എഴുതാമെന്ന് വിചാരിക്കുന്ന ഒരു മെജോറിറ്റി വിഭാഗമുണ്ട്. അപ്പോൾ അവരൊന്നും എന്ത് ചെയ്യുന്നില്ല, ഫസ്റ്റ് അറ്റംപ്റ്റിന് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് എഴുതുന്നില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അറ്റംപ്റ്റിന് നമ്മൾ പ്രിപ്പയർ ചെയ്ത് എഴുതുകയാണെങ്കിൽ അവിടെ കോമ്പറ്റീഷൻ കുറവാണ്, നല്ല മാർക്ക് വാങ്ങാനുള്ള ചാൻസ് കൂടുതലാണ്, ഹൈ സ്കോളർഷിപ്പ് നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഇതിനാണ്, ഫസ്റ്റ് അറ്റംപ്റ്റിനാണ്. അപ്പോൾ നിങ്ങൾ ഒരു സ്ഥാപനം നിങ്ങൾ ലക്ഷ്യം വെക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു കോച്ചിങ് സെൻറ്ററിൽ പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ ഫസ്റ്റ് നടത്തുന്ന എക്സാമിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തിട്ട് അതിന് പ്രിപ്പയർ ചെയ്യുക, അതിന് ആദ്യം തന്നെ അപ്ലൈ ചെയ്യുക. അതാണ് ഫസ്റ്റ് അറ്റംപ്റ്റ് എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. മൂന്നാമത്തെ പോയിൻറ്റ് MCQ ആൻഡ് ടൈം മാനേജ്മെൻ്റ് ആണ്. അതായത് ഈ എക്സാമുകൾ ഒരിക്കലും നമ്മൾ സ്കൂൾ എക്സാമിൻ്റെ പോലെ ഒരു ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാമുകളല്ല. അതായത് ഒരു ക്വസ്റ്റ്യൻ വന്ന് കുറേ ഡിസ്ക്രിപ്റ്റീവായിട്ട് എഴുതുക, അതിന് A+ കിട്ടുക, ഇങ്ങനെയല്ല. ഇതെല്ലാം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്, MCQs ആണ്. ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൻ്റെ സ്പെഷ്യാലിറ്റി എന്താ? ക്വസ്റ്റ്യൻ ഉണ്ടാവും, 4 ഓപ്ഷൻസ് ഉണ്ടാവും. ഈ 4 ഓപ്ഷൻസിൽ കറക്റ്റ് ആൻസർ ചെയ്താൽ മാർക്ക് ഉണ്ട്, നെഗറ്റീവ് അല്ലെങ്കിൽ റോങ് ആൻസർ വരികയാണെങ്കിൽ അതിന് നെഗറ്റീവ് മാർക്ക് വരും ചെയ്യും. അതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. അപ്പോൾ നിങ്ങൾ എങ്ങനെ ചെയ്തു, ഏത് തിയറി ഉപയോഗിച്ചു, ഏത് മെത്തേഡിലൂടെ പോയി, ഇതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല, കറക്റ്റ് ആൻസറിലോട്ട് എത്തുന്നുണ്ടോ എന്നുള്ളതാണ്. മാത്രമല്ല ഈ ടൈം മാനേജ്മെൻറ്റ് എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റാണ്. ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ജസ്റ്റ് നിങ്ങൾ ആൻസർ മാർക്ക് ചെയ്താൽ മതി എന്നുള്ളത് കറക്റ്റാണ്. പക്ഷേ അതിലോട്ട് എത്താൻ എടുക്കുന്ന ടൈം വളരെ ഇമ്പോർട്ടൻ്റാണ്. നിങ്ങൾക്കൊരു പെർട്ടിക്കുലർ ടൈമിൻ്റെ അകത്ത് കുറച്ച് ക്വസ്റ്റ്യൻ തന്നിട്ട് ഇഷ്ടംപോലെ സമയം തരിക, ഇതെല്ലാം ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിൻ്റെ പാറ്റേൺ. അവിടെ വരുന്നത് കറക്റ്റ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതിന് കറക്റ്റായിട്ടുള്ള ടൈം ഉണ്ടാവും. എന്ന് വെച്ചാൽ ഒരു സ്റ്റുഡൻറ്റ് അത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെ കുറച്ച് ടഫായിരിക്കും. കാരണം എല്ലാ ക്വസ്റ്റ്യനും അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിക്കോളന്നില്ല, അത്രമാത്രം ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമേ തരുള്ളൂ. അപ്പോൾ നമ്മൾ നന്നായിട്ട് ടൈം മാനേജ് ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ക്വസ്റ്റ്യൻസ് മാക്സിമം അക്യുറേറ്റ് ആയിട്ട് എഫക്റ്റീവായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊരിക്കലും നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ഒരു സ്റ്റൈലല്ല, എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു എൻട്രൻസ് സ്റ്റൈലാണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് പ്രാക്ടീസ് വേണം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ പലപ്പോഴും ഇതിന് മുന്നേ ഒരുപാട് കോമ്പറ്റീറ്റീവ് എക്സാമുകൾ എഴുതിയിട്ടുണ്ടാകും, USS, NMMS, അല്ലെങ്കിൽ അതിനുശേഷം വന്നിട്ടുള്ള പല സ്ഥാപനങ്ങൾ നടത്തുന്ന NTSE പോലെയുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ എക്സാമുകളുണ്ട്, അല്ലെങ്കിൽ പല ടാലൻറ്റ് സെർച്ച് എക്സാമുകൾ. ഇതെല്ലാം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലായിട്ടുണ്ടാകും. അതൊരു ഡിഫറെൻറ്റ് ഗെയിമാണ്, ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമാണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിന് നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കുക എന്നുള്ളതാണ് തേർഡ് പോയിൻറ്റ്. ആൻഡ് ലാസ്റ്റ് പറയാനുള്ളത്, ഇത് നിങ്ങൾക്ക് എവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും?
അല്ലെങ്കിൽ എവിടെ നിന്ന് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് കിട്ടും. അപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഗൈഡുകളൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്, നമ്മുടെ ബോർഡ് എക്സാമിന് വേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ ഇത് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ ഫൗണ്ടേഷനിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഫൗണ്ടേഷൻ സ്റ്റുഡൻസിന് നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസ്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളും വർക്ക് ബുക്കുകളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ വർക്ക് ബുക്കുകളിൽ ഓൾറെഡി ആയിരക്കണക്കിന് തൗസൻഡ്സ് എന്തുണ്ട് ക്വസ്റ്റ്യൻസ്, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ തന്നെ ലെവൽ 1, ലെവൽ 2, ലെവൽ 3 ഇങ്ങനെ 3 ലെവലായിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുക, അത് തന്നെ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. കൂടാതെ നമ്മുടെ ഫൗണ്ടേഷൻ സ്റ്റുഡൻസിന് ഓൾറെഡി നമ്മൾ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ എൻട്രൻസ് ടെസ്റ്റിന് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള സ്പെഷ്യൽ ലൈവ് സീരീസും അവർക്ക് എക്സ്ക്ലൂസീവായിട്ട് നടത്തുന്നുണ്ട്. ഇനി അല്ലാത്ത സ്റ്റുഡൻസിന്, ഇപ്പോൾ ഫൗണ്ടേഷൻ സ്റ്റുഡൻസിന് ഓൾറെഡി നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിൽ ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. അവർക്ക് ഇതിനുള്ള പ്രിപ്പറേഷൻ, അവർ ഓരോ ചാപ്റ്റർ ടെസ്റ്റ് എഴുതുന്നത് വരെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. നിങ്ങൾക്ക് ഇതിൽ ഫൗണ്ടേഷൻ സ്റ്റുഡൻസിന് അറിയാം ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ ഉണ്ടാകുന്ന എക്സാം എങ്ങനെയാണ്, അവരെങ്ങനെയാണ് ഒരു എൻട്രൻസ് എക്സാം എഴുതുന്നത്, അതേപോലെ ടൈം ലിമിറ്റഡ് ആയിട്ട് നെഗറ്റീവ് മാർക്ക് വെച്ചുകൊണ്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വെച്ചുകൊണ്ടുള്ള എക്സാമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതുപോലത്തെ ഒരു എക്സാം ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അതിൽ സിലബസ് ഫൗണ്ടേഷനിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്, എക്സാം പ്രാക്ടീസും ഓൾറെഡി അവർക്ക് കൊടുക്കുന്നുണ്ട്, അഡീഷണലി വർക്കൗട്ട് ചെയ്യാനുള്ള വർക്ക് ബുക്കുകളും അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അല്ലാത്ത സ്റ്റുഡൻസ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഓൺലൈൻ റിസോഴ്സ് അവൈലബിൾ ആണ്. പല എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോംസിലും പല എഡ്യൂക്കേഷണൽ വെബ്സൈറ്റുകളും ഒരുപാട് MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ഡൗൺലോഡ് ചെയ്തിട്ട് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് പഠിക്കണമെങ്കിലും അങ്ങനെയും എന്ത് ചെയ്യാം, പഠിക്കാം. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ലിമിറ്റഡ് ടൈമിൻ്റെ അകത്ത് അക്യുറേറ്റ് ആയിട്ട് ആൻസർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ 4 പോയിൻറ്റ്സ് ആണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഈ സ്ക്രീനിങ് ടെസ്റ്റ് എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം കേരളത്തിലെ നല്ലൊരു സ്ഥാപനത്തിൽ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അവർ അഡ്മിഷൻ കൊടുക്കില്ല. ഈ ഒരു എൻട്രൻസ് ടെസ്റ്റിൻ്റെ ഈ സ്ക്രീനിങ് ടെസ്റ്റിൽ നിങ്ങളുടെ റാങ്ക് എത്രയാണ്, മാർക്ക് എത്രയാണ്, ഇതിനെ ബേസ് ചെയ്തിട്ടാണ് അവർ അഡ്മിഷൻ തന്നെ തരുള്ളൂ. നിങ്ങൾ എത്ര ക്യാഷ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ പോലും ടോപ്പ്, ഇപ്പോൾ IIT ബാച്ച്, AIIMS ബാച്ച്, ഇങ്ങനെയുള്ള അവരുടെ ടോപ്പ് എക്സ്ക്ലൂസീവ് ബാച്ചുകളിലോട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ നിങ്ങളിത് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കണം. അതിന് താഴോട്ട് പിന്നെ കുറേ ബാച്ചുകൾ ഉണ്ടാവും, സാധാരണ എഞ്ചിനീയറിംഗ് ബാച്ചുകൾ, അല്ലെങ്കിൽ മെഡിക്കലിൻ്റെ നീറ്റിൻ്റെ വലിയ ബൾക്കായിട്ടുള്ള ബാച്ച്, അതിലോട്ടൊക്കെ എല്ലാവർക്കും അഡ്മിഷൻ കിട്ടും. പക്ഷേ അവരുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കുറച്ച് ബാച്ചുകൾ ഉണ്ടാവും, IIT AIIMS ബാച്ചുകൾ ഉണ്ടാവും. അതിലോട്ട് അഡ്മിഷൻ കിട്ടണമെങ്കിൽ സ്ക്രീനിങ് ടെസ്റ്റിൽ നല്ല മാർക്ക് തന്നെ വാങ്ങണം. കാരണം അവിടെ നിങ്ങൾക്ക് നല്ല ഫാക്കൽറ്റീസിനെ കിട്ടും, നിങ്ങളുടെ കൂടെ കോമ്പീറ്റ് ചെയ്യാൻ, നിങ്ങളുടെ കൂടെ ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കുന്ന സ്റ്റുഡൻസ് എന്തായിരിക്കും, ഇതുപോലെ തന്നെ ടോപ്പേഴ്സായി വന്നവരാണ്. അപ്പോൾ അവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഇതിൻ്റെ ഒരു കോമ്പറ്റീഷൻ്റെ ഒരു പൊട്ടൻഷ്യൽ മനസ്സിലാക്കാനൊക്കെ പറ്റും. നമ്മുടെ കൂടെ ഉള്ളവർ നല്ല സ്റ്റുഡൻസ് ആണ്, നന്നായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ നമ്മളും അതിനനുസരിച്ച് ഇമ്പ്രൂവ് ആകും എന്നുള്ള കാര്യം തന്നെ. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ എന്തായാലും യൂസ് ചെയ്യണം. 10th കഴിഞ്ഞ സ്റ്റുഡൻസ് +1 +2 നല്ല രീതിയിലുള്ള കോച്ചിങ് എടുത്തിട്ട് +2ൻ്റെ കൂടെ എൻട്രൻസ് എഴുതി ക്രാക്ക് ചെയ്ത് പോകണം. അല്ലാതെ റിപ്പീറ്റ് ചെയ്യാനോ റിപ്പീറ്റ് ചെയ്യാനോ നിൽക്കരുത്. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഇതിൻ്റെ ഗൈഡൻസും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോസായിട്ട് നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെ ഫൗണ്ടേഷൻ സ്റ്റുഡൻസിന് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ലൈവ് സീരീസ് ക്ലാസ്സുകളും മെറ്റീരിയൽസൊക്കെ അതും അവിടെ പാരലി നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഫൗണ്ടേഷൻ ഇല്ലാത്തവർക്കും എന്ത് ചെയ്യാം, ഓൺലൈൻ റിസോഴ്സുകളൊക്കെ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ പല വെബ്സൈറ്റുകളുണ്ട്, നിങ്ങൾക്ക് അവിടെ പോയിട്ട് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് പഠിക്കാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ഈ നല്ല ഓപ്പർച്യൂണിറ്റികൾ മിസ്സാക്കാതിരിക്കുക. ഫസ്റ്റ് അറ്റംപ്റ്റുകൾ തന്നെ നല്ല രീതിയിൽ കൊടുക്കുക. അതിലിനി ചിലപ്പോൾ കുറച്ച് മോശമായി അല്ലെങ്കിൽ കുറച്ച് പെർഫോം ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് വിചാരിച്ച അത്ര പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും നമ്മളത് എന്തായാലും, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതീക്ഷ ഇല്ലെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം, അറ്റംപ്റ്റ് ചെയ്യുക. കാരണം അറ്റംപ്റ്റ് ചെയ്യുമ്പോഴേ നമുക്ക് അതിൻ്റെ പൾസ് മനസ്സിലാവുള്ളൂ, അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. അപ്പോൾ അടുത്ത അവരുടെ ഒരു നെക്സ്റ്റ് ടെസ്റ്റ് വരുമ്പോൾ എന്ത് ചെയ്യാം, കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കുക. ആൻഡ് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.